ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് എവിടെ തുടങ്ങിയോ അവിടേക്ക് നമ്മുടെ നിഫ്റ്റി കൃത്യമായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പം 25,500 നിന്നാണ് നമ്മുടെ മാർക്കറ്റ് കയറി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 25,500 നിന്നാണ് നമ്മളെ മാർക്കറ്റ് കയറി എവിടെ പോയത്, ഏകദേശം പറഞ്ഞ ഒരു എന്തുവാണ് 26,100 വരെ നിഫ്റ്റി പോയിട്ട് തിരിച്ച് ഈ ഒരു റാലി, ഈ ഒരു ബ്രേക്ക് ചെയ്ത പോയിന്റ് ഇവിടെ ആയിരുന്നു. എസ്പെഷ്യലി ഈ ഒരു ഏരിയ 25,500 എന്ന ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പലരും ലെവൽസ് കൊള്ളാം, കിടിലമായിട്ട് വർക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ചിലർ യൂട്യൂബിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ കൂടുതൽ റിക്വസ്റ്റ് കുറേ കാര്യക്കണം. ഓർഡർ ഫ്ലോ സെറ്റിംഗ്സിനെ കുറിച്ചും ടിക്ക് സൈസിനെ കുറിച്ചുള്ള പുതിയൊരു വീഡിയോ ഈ വരാൻ പോകുന്ന ശനിയാഴ്ച അല്ലെങ്കിൽ ഈ ഒരു 5 ഡേയ്സിനകത്ത് നിങ്ങൾ വരും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഇനി സീരീസ് പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊന്ന് അറിയണമെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ എല്ലാവരുടെ പ്രോഫിറ്റ് കിട്ടിയത് വളരെ സന്തോഷം. ലോസ് വരുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കെയർഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയുടെ കാര്യത്തിലേക്കും നമ്മുടെ നാളത്തെ ലെവൽസിന്റെ കാര്യത്തിലേക്ക് കൃത്യമായിട്ട് ഒന്ന് കടന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോകും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റി നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടി 10-10 പൊട്ടിയതാണ്. അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി, തിരിച്ച് വീണ്ടും ബെയറിഷ് റെഫറൻസ് പൊട്ടി മോളോട് പോകാൻ ശ്രമിച്ചു, തിരിച്ച് വീണ്ടും ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ 2 ട്രേഡ് ബെയറിഷ് റെഫറൻസ് പൊട്ടി വരുന്ന ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് കിട്ടിയ ദിവസമാണ്. അപ്പം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു നിഫ്റ്റിയിൽ നിന്ന് കടന്നുപോയത്. അതേ സമയത്ത് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് എത്രയാണ്, ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഏകദേശം പറഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ആ ലെവലൊക്കെ വ്യക്തമായിട്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയും വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആ ഒരു ലെവൽ പൊട്ടിയിട്ടൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി ആ റെഫറൻസ് ലെവലൊക്കെ പൊട്ടി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ തന്ന ഒരു കിടിലൻ ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് കൃത്യമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കടന്നുപോയി. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് തന്നു. സെക്കൻഡ് ടാർഗറ്റിന് ഓൾമോസ്റ്റ് ആ ഭാഗത്തൊക്കെ ബാങ്ക് നിഫ്റ്റി വന്നു. അതേപോലെ നിങ്ങൾ നോക്കി മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഏകദേശം പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ട്രേഡ് കൃത്യമായിട്ട് തന്ന് ആ ഒരു പക്ക ഒരു ലെവലൊക്കെ കൃത്യമായിട്ട് തന്ന ദിവസം മിഡ് ക്യാപ്പ് നോക്കിയാൽ ബെയറിഷ് റെഫറൻസ് പൊട്ടി അവൻ താഴേക്ക് ഇറങ്ങി വന്ന് ഫസ്റ്റ് ടാർഗറ്റ് തന്ന ഒരു ദിവസം സെക്കൻഡ് ടാർഗറ്റും കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് കിട്ടി. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് എത്രയാണ്, ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി നോക്കി ഓൾമോസ്റ്റ് കൃത്യമായി പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ടാർഗറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു എന്താണ് സെക്കൻഡ് ടാർഗറ്റിന്റെ അവിടം വരെ ഒക്കെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചിലർ പറയും വന്നില്ല എന്ന് പറയും. പക്ഷേ ഞാൻ ഒരു അടുപ്പിച്ചൊക്കെ ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ട്രേഡ് കിട്ടിയ ഒരു ദിവസം കൊണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ കടന്നു പോയത്. ഇന്നെന്തോ നമ്മുടെ ഗോ ചാർട്ടിങ്ങിന് എന്തോ ഈ സെറ്റിംഗ്സിന്റെ ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ഓരോ പ്രാവശ്യവും വരുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, റെഫറൻസ് ലെവലൊക്കെ ഒന്ന് കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് പോകാം. അപ്പം നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. നോർമൽ ഈ റേഞ്ചിനെ പൊട്ടി അവൻ താഴേക്ക് ഇറങ്ങി വന്നൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി. സെക്കൻഡ് ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് പോയി ഈ 13,365 ഭാഗത്ത് ഒരു സപ്പോർട്ട് എടുത്ത് അവൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 13,362 ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തൊരു സപ്പോർട്ട് എടുത്ത് അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. മിഡ് ക്യാപ്പിന്റെ പി ഒ സി എന്ന് പറഞ്ഞാൽ 13,300 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പി ഒ സി നോക്കുമ്പം ആദ്യം പി ഒ സി ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. 13,000 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 13,368 ഭാഗത്ത് 412 ഭാഗത്താണ് പി ഒ സി. സോ ഞാൻ ആദ്യം പി ഒ സി ഒന്ന് മാർക്ക് താഴേക്ക് കൊണ്ടുവരാം. 13,412 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി കൊണ്ടുവന്നു 13,412. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി കൃത്യമായി പറയുകയാണെങ്കിൽ ഞാൻ ഇനി സെല്ലിങ് എടുക്കുന്നത് 13,340 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് നേരിടും. 13,340 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് മിഡ് ക്യാപ്പിൽ ചിന്തിക്കും. ഇപ്പോൾ സെല്ലിങ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരാം, 13,295 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 13,295 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണിന്റെ ഭാഗത്തേക്ക് വരാം. അത് ഇതാണ്, ഈ ഒരു സപ്പോർട്ട് ആണല്ലോ. അത് പൊട്ടുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 13,248 ഭാഗത്തേക്ക് വരാം. എത്രയാണ്,
249 13249 ഭാഗത്തേക്ക് വരാം. അതൊരു സപ്പോർട്ടാണ്. അത് പൊട്ടണമെങ്കിൽ അടുത്തത് ഈ ഒരു POCA 13,200 എത്രയാണ് 13,200 ഭാഗത്തേക്ക് S3 13,200 ഭാഗത്തേക്ക് റിട്രേസ്മെന്റ് വരത്തുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതൊന്ന് മാർക്ക് ചെയ്തിരിക്കുക. ഇനി നമ്മളെ സംബന്ധിച്ച് അപ്പർ സൈഡിൽ റെഫറൻസ് പറയുമ്പോൾ എപ്പോഴായിരിക്കും അപ്പർ സൈഡ് റെഫറൻസ് എന്ന് പറയുമ്പം ഇനി എടുക്കണം ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ 13,500 മുകളിൽ മാത്രമേ ഞാനൊരു മിഡ് ക്യാപ്പിൽ ഇനി ഫ്രഷ് ബൈ ചിന്തിക്കും. എത്രയാണ് 13,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. അത് ഈ POC ഇന്നലത്തെ POCയെ 13,553 ഭാഗത്തേക്ക് വരാം. എത്രയാണ് 13,553 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത എവിടെയാണ് ഇന്നലത്തെ ഹൈ 13,602 എത്രയാണ് 13,000 ഫസ്റ്റ് 13,553 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് 13,602 എത്രയാണ് 13,602 ഭാഗത്തേക്ക് എത്രയാണ് 13,000 R2 എന്ന് പറയുന്നത് 13,602 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,655 എത്രയാണ് 13,655 13,655 ഭാഗത്തേക്ക് വരാം. ഈ ഒരു കൃത്യമായി പറയാം. സോ 13,300 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 13,553 13,602 13,000 എത്രയാണ് 13,655 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ മിഡ് ക്യാപ്പിന്റെ ഈ ലെവൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമുക്കിനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഫറൻസ് കൃത്യമായിട്ടാവും വർക്ക് ചെയ്ത് താഴേക്ക് വന്നൊരു കിടിലൻ ദിവസമായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വരുമ്പം. ബാങ്ക് നിഫ്റ്റിയുടെ നമ്മളെ ഒരു POC വന്നേക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ POC നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നേക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 57,637 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. 57,637 ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ ആദ്യം ഈ സപ്പോർട്ട്സ് ലെവൽസ് ഒക്കെ താഴേക്കൊന്ന് മാറ്റിയിട്ട് POC കൊണ്ടുവരും. 57,637 ആണ് POC. 57,637 ഭാഗത്തേക്ക് POC വന്നിരിക്കുന്നു. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 57,464 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഇതിന്റെ സെല്ലിംഗ് എടുക്കത്താണ്. 57,464 57,464 പൊട്ടിയാൽ മാത്രമേ നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് അത് ഈ ഒരു വാല്യൂ ഏരിയ ലോ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരാം 57,308 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. 57,308 ഭാഗത്തേക്ക് വരാം. 57,308 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 57,308 ഭാഗത്തേക്ക് വരാം. അവിടെ ഞാൻ മാർക്ക് ചെയ്തു. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അടുത്തത് 57,130 ഈ POC 16 ഒക്ടോബറിന്റെ POC ടെസ്റ്റ് ചെയ്യാം. 57,135 ഭാഗത്തേക്കും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 57,000 എന്ന് പറഞ്ഞ ബിഗ് റൗണ്ട് നമ്പർ ഒരു സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യും. 57,000 നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല 57,000. സോ ഈ 57,000 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഈ ലെവലിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടു. ഇനി നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ ഇനി 57,966 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ. അത്രയാണ് 57,966 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അവൻ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോകും ഈ ഒരു വാല്യൂ ഏരിയ ഹൈ 58,154 ഭാഗത്തേക്ക് 58,154 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന നമ്മൾ 58,280 ടെസ്റ്റ് ചെയ്യാം. അത്ര 58,280 58,280 ടെസ്റ്റ് ചെയ്യാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് ഇത് 58,405 ഇതെല്ലാം പഴയ വാല്യൂ ഏരിയൽ ഹൈസ് ആണ്. അപ്പൊ അതൊക്കെ 58,405 ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ സൈഡിന്റെ റെഫറൻസ് ലെവല്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമ്മുടെ നിഫ്റ്റിയാണ് കയറിയ അടുത്ത് പോലെ തിരിച്ച് പഴയ സ്ഥലത്ത് വന്ന് ട്രോഫിക് വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ എങ്ങനെ പോകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം ഞാൻ റെഫറൻസ് ലെവലൊക്കെ ഒന്ന് താഴേക്ക് ഒന്ന് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ആദ്യം ബാക്കിയുള്ള വരയ്ക്കണമല്ലോ. സോ ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡൗൺവേർഡ് ലെവലൊക്കെ നിഫ്റ്റി വന്നിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയെ കുറിച്ച് പറയുന്നത് പക്ക ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. POC വന്നിരിക്കുന്നത് 25,559 ഭാഗത്താണ്. അപ്പൊ നമുക്ക് ആദ്യം POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 25,559 ഭാഗത്തേക്ക് POC വന്നിട്ടുണ്ട്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ സെല്ലിംഗ് എടുക്കുന്നത് ഈ ഒരു 25,000
ഈ ഒരു 25,500 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും പ്രതീക്ഷ 25,500 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിംഗ് എടുക്കാം. അത് ഫസ്റ്റ് ഈ POC ആണ്. 16 ഒക്ടോബറിന്റെ POC അത് 25,453 ഭാഗത്തേക്ക് വരാം. 25,453 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് അടുത്തത് 25,397 എത്രയാണ്? 25,397 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,365 അല്ലെങ്കിൽ ഈ POC 25,325 ഭാഗത്തേക്ക്. ഇപ്പം തേർഡ് ടാർഗറ്റിലേക്ക് കുറച്ച് ദൂരം കൂടുതലാണ്. അപ്പോൾ 25,325 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 397 പൊട്ടുകയാണെങ്കിൽ 325 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അപ്സൈഡ്. അപ്സൈഡ് എന്ന് പറയുമ്പോൾ ഇനി ബൈനെ കുറിച്ച് നിൽക്കണമെങ്കിൽ ഇതാണ് 25,729 അല്ലെങ്കിൽ 730, 25,730 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? ഇത് 25,775 ഭാഗത്തേക്ക്. എത്ര? 25,775 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,833 ഭാഗത്തേക്ക്. എത്രയാണ്? 25,833, 25,833 ഭാഗത്തേക്ക് വരാനും. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 25,897 എത്രയാണ്? 25,897 എത്രയാണ്? 25,897 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ലെവൽസ്. നിങ്ങൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഒരു അറിയിപ്പുണ്ട്. ഈ വരാൻ പോകുന്ന ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഒരു കോമൺ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകളും എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ ട്രേഡ് ചെയ്യുന്ന സിസ്റ്റം ഇവിടെ പ്രോപ്പിലും നമ്മളെ പ്രോപ്സിലും നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം എന്നുള്ള കോമൺ ആയിട്ടുള്ള ഒരു സെഷൻ ഞാൻ ഈ വരാൻ പോകുന്ന ഞായറാഴ്ച രാത്രി 8 മണിക്ക് വയ്ക്കുന്നുണ്ട്. അതിൽ ഫില്ല് ചെയ്യാനുള്ള ഗൂഗിൾ ഫോംസ് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കുന്നതാണ്. ഇത് ഈ വീഡിയോയുടെ താഴെയും ഇനി വരാൻ പോകുന്ന നാളത്തെ വീഡിയോയുടെ താഴെയും എല്ലാം ശനിയാഴ്ച വീഡിയോ താഴെയെല്ലാം നമ്മുടെ ഈ ഗൂഗിൾ ഫോമും കാണും. ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. അത് കൂടാതെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ അടിയിൽ ഞാൻ എൻ്റെ സൂം മീറ്റിങ്ങിന്റെ ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഈ ഡിസ്ക്രിപ്ഷനിലെ സൂം മീറ്റിംഗ് എടുത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കിട്ടിയിട്ടില്ല എങ്കിൽ കമ്പനിയിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കും കൂടെ സൂമിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. സോ ഇതൊരു അറിയിപ്പായിട്ട് കണക്കാക്കുക. നിങ്ങൾ കണക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഒരു മാർക്കറ്റ് ഔട്ട്ലുക്ക് ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. സോ ഇതൊരു അറിയിപ്പായിട്ട് കണക്കാക്കി ഈ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.